ഇനിയെങ്കിലും നിങ്ങൾ പൈസ കൊടുത്ത് വിഷം വാങ്ങിച്ച് തിന്നാതിരിക്കെ. അതായത് പണ്ട് എൻ്റെ മുത്തിയപ്പാപ്പൻ അങ്ങോരുടെ നല്ല കാലത്ത് വീട്ടിലൊരു മാവ് നട്ടു. ആ മാവ് നട്ടിട്ട് അതിൽ നിന്നൊരു മാങ്ങ ആൾക്ക് കഴിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അപ്പാപ്പന് ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും അപ്പാപ്പന് ശേഷം വന്നൊരു 3-4 തലമുറ ആ മാവിൽ നിന്ന് അത്യാവശ്യത്തിന് മാങ്ങ കഴിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വീട്ടിലെ മൽഗോവ മാമ്പഴം. ഈ മാങ്ങ കഴിക്കുമ്പം വല്ലപ്പോഴെങ്കിലൊക്കെ ഞാൻ ആ അപ്പാപ്പനെ ഓർക്കാറുണ്ട്. ആളന്നീ മാവ് നട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ വിഷമടിക്കാത്ത മാങ്ങ കഴിക്കുന്നുള്ളത്. ഇതൊക്കെ പഴുക്കുന്നേ ഉള്ളൂ. പഴുക്കാൻ ഒരു 3-4 ദിവസം കൂടിയും പിടിക്കും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറായിട്ടാണ് കേട്ടോ ഇരിക്കുക. അതാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അതേസമയം ഇത് ഒരാൾക്ക് ഒരെണ്ണൊക്കെ ഒരു നേരം തിന്നാൻ പറ്റുള്ളൂ. അത്രയ്ക്കും വലുപ്പമുള്ള മാങ്ങകളാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 കിലോ, 10 കിലോ, 2, 3, 7, 8 അങ്ങനെ പല ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്ന കുറച്ച് പരിപാടികളായിരുന്നു ഇന്ന്. കുറേ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് പഴുപ്പിച്ച മാങ്ങകളല്ലേ നമുക്കിപ്പോൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് തിന്നാൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഫ്രഷ് ആയിട്ടുള്ള മാംഗോസ് കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലെക്കാണ്. ഇന്ന് നമുക്കൊരു 70 കിലോൻ്റെ അടുത്തൊരു ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോകാൻ ഞാൻ കാറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മളിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫ്രഷ് മാംഗോസ് വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം. സോ ഗൈസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ.